ഇന്ന് നമ്മുടെ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഒരു സംശയവും വേണ്ട, അത് സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ വാർത്തകളും വീഡിയോകളും ഒക്കെ ജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്നു എന്ന യാഥാർത്ഥ്യമുള്ളപ്പോഴാണ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തികളുടെ ദൃശ്യാവിഷ്കാരം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വീഡിയോകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. 9.5 വർഷം ഈ സംസ്ഥാനം ഭരിച്ചപ്പോൾ നിരവധി കേസുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് വന്ന ശബരിമല സ്വർണ്ണമോഷണവും അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസം നരേന്ദ്രമോദിയുടെ പദ്ധതിക്ക് മുന്നിൽ അടിയറവ് വെച്ചതും ഒക്കെയാണ് പിണറായിക്കെതിരെ ഇപ്പോൾ മലയാളികൾ ഇത്രയും എതിരാകാൻ കാരണം. നമുക്കതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും പരിഹസിക്കുന്നതുമായ ചില വീഡിയോകൾ കണ്ടു നോക്കാം. പോലീസ് എനിക്ക് പുല്ലാടാ. പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഇനിയും ഓടും. ഷമീറെ, ഇത് പാമ്പുള്ള പറമ്പാണ്, പുറകെ ഓടണ്ട. കൂലിപ്പണിക്ക് ആളെ കിട്ടാനില്ലെന്നോ? സമീപിക്കുക കൂലിപ്പണി രാജൻ. കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. കൂലിപ്പണി രാജൻ. ഉത്തരവാദിത്തത്തോടുകൂടി പണി സൈറ്റിൽ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂർത്തിയേ, സ്വർണം കണ്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, മോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, സ്വർണം. ഇങ്ങനെ നൂറുകണക്കിന് വീഡിയോകളും പരിഹാസങ്ങളുമാണ് പിണറായി വിജയനെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇതിൽ നിയമപരമായി പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ സൈബർ വിങ് കേസെടുക്കാൻ സാധ്യതയുള്ളതാണോ എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ മലയാളികൾ ഒന്നടങ്കം ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഭീകരമായ രീതിയിൽ പ്രതിഷേധിക്കുന്നത് ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും ഇത്തരമൊരു വീഡിയോ അല്ലെങ്കിൽ വാർത്ത പിണറായിക്കെതിരെ ചെയ്താൽ അതിന് താഴെ നൂറുകണക്കിനും ആയിരക്കണക്കിനുമാണ് കമൻറ്റുകൾ ഇങ്ങനെ നിറയുന്നത്. അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഈ പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി വ്യക്തമാകുന്നത്. അതായത് ഒറ്റുകാരൻ വിജയൻ, മോദിയുടെ അടിമക്കണ്ണ് വിജയൻ എന്ന് തുടങ്ങി 2 ചക്രം കാശിന് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുക്കുന്നതായിരുന്നോ വിജയ? ചക്രമാണ് ആവശ്യമെങ്കിൽ കേരളത്തിലെ പാവം കൂലിപ്പണിക്ക് പോകുന്നവർ പിരിച്ച് നിനക്കാ നക്കാപ്പിച്ച തരുമായിരുന്നു എന്നൊക്കെ കമൻറ്റിൽ പറയുന്നു. ചൂണ്ടലിൽ കുരുക്കാവുന്ന ഇരയെ കുരുക്കാവൂ, അല്ലെങ്കിൽ ചൂണ്ടൽ ഒടിയുമെന്നും, പ്രളയം, നിപ്പ, കൊറോണ ഇതെല്ലാം ഒരുപാട് കോടികൾ പിരിച്ചിട്ടുണ്ട് ജനം, അതേപോലെ പിരിച്ചു തരുമായിരുന്നു ജനങ്ങൾ പിണറായിക്ക്. എന്നാലും കേരളത്തിലെ ഈ നല്ല വിദ്യാഭ്യാസത്തെ, നല്ല ചരിത്രത്തെ ഒറ്റുകൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു വിജയ. ഇങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്. തുടയ്ക്കുന്നവനും ഇരിക്കുന്നവനുമെല്ലാം കണക്കാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന 2 ജന്മങ്ങൾ എന്നാണ് നരേന്ദ്രമോദിയെയും പിണറായിയെയും പോസ്റ്റിട്ടുകൊണ്ട് ചിലർ കമൻ്റിടുന്നത്. ഏതായാലും ജയിലിലാവാതിരിക്കാൻ ഇതും അതിനപ്പുറവും ചെയ്യും മാൻഡ്രേക്ക്. പണ്ട് ഷൂ നക്കിയവരെ കുറ്റം പറഞ്ഞ് നടന്നവൻ ഇപ്പോൾ ആ ഷൂ നക്കിയവരുടെ പോളിഷ് ചെയ്യാൻ നടക്കുന്നു എന്നൊക്കെ ആണ് പ്രതിഷേധത്തിൽ പറയുന്നത്. അത് വായിക്കാൻ കഴിയുന്ന 1-2 കമൻറ്റുകളാണ് ഇതൊക്കെ. അതല്ലാതെ എല്ലാം വായിച്ചു നോക്കിയാൽ തല കറങ്ങിപ്പോകുമെന്ന് തോന്നും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധത്തിലും ജനരോഷത്തിലും വലിയ ആശങ്കയിലാണ് CPM നേതൃത്വം. അതിൽ തന്നെ സ്വന്തം പാർട്ടിക്കാർ തന്നെ വിമർശിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഏതായാലും ദാരിദ്ര്യമുക്തം എന്നൊക്കെയുള്ള തട്ടിവിടലിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും വിശ്വസിക്കാൻ ഇനി ആരും തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പച്ചക്കള്ളം എന്ന് മാത്രമായിരിക്കും ഇനി പിണറായിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. അതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ സൂചന. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂർത്തിയേ, സ്വർണം കണ്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, മോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, മോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, പോറ്റിയേ കേറ്റിയേ സ്വർണ്ണ
ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയേ ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി